ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാഴ്ചയിൽ അതിസുന്ദരിയായ കുരുവിക്കൂടിൻ്റെ ആകൃതിയിലുള്ള ഈ പലഹാരം നിങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മൾ സ്ഥിരമായി വീട്ടിലുണ്ടാക്കുന്ന ഒരു പലഹാരം തന്നെയാണിത്. അതൊന്ന് വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇതുണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിലുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം. ഇതിനായിട്ട് 1 കപ്പ് പച്ചരിപ്പൊടിയാണ്. ഇത് സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. മാവ് കുഴയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം വയ്ക്കാം. അതിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഓരോ അരിപ്പൊടിയുടെയും രീതി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഇതിപ്പോൾ വെള്ളം തിളച്ചു. ഇതിനി നമുക്ക് ഈ മാവിലൊഴിച്ചൊന്ന് കുഴയ്ക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. മാവ് നനയ്ക്കുമ്പോഴേക്ക് ജസ്റ്റ് ഒന്ന് മാവ് മുഴുവനും നനയുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോകുമെന്ന് പേടിക്കണ്ട. ഇതുപോലെ മുഴുവൻ മാവും ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ടിത് കുറച്ച് നേരം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അല്പം ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റ് പരുവമായിരിക്കും. വേണമെങ്കിൽ ഈ മാവിൽ ഒരല്പം നെയ്യോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇത് മാവ് ഒന്ന് നനഞ്ഞ് കിട്ടി. ഇതിനി ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നല്ല ചൂടാണ്. ഇപ്പം കൈകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് കുറച്ച് തേങ്ങ എടുക്കാം. ഇത് മധുരമായിട്ടും ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ മസാല ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ആ മസാലയോ അല്ലെങ്കിൽ സമോസയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആ രീതിയിലുള്ള മസാലയോ എന്താണെന്ന് വെച്ചാൽ ഈ പലഹാരത്തിനകത്ത് ഫില്ല് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇത് മധുരമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് 1 മുറി തേങ്ങ തിരുമിയെടുക്കാം. ആ 1 മുറി തേങ്ങയിൽ 1/2 കപ്പ് ശർക്കര കൂടി ചേർക്കാം. അപ്പോൾ തേങ്ങയും ശർക്കരയും കൂടി ചേർത്താണ് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കുന്നത്. ശർക്കരയൊക്കെ എപ്പോഴും അല്പം വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മണ്ണും അഴുക്കും ഒക്കെ ഉണ്ടായിരിക്കും. ശർക്കര ഉരുകുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പത പോലെ വരും. അത് എത്രത്തോളം കോരി മാറ്റിക്കളയാൻ പറ്റും അത്രത്തോളം കോരി മാറ്റാൻ ശ്രമിക്കുക. അത് അഴുക്കാണ് അതിൻ്റെ. ഇപ്പോൾ ഇത് ശർക്കര ഉരുകി. ഇനി ഇത് നമുക്കൊരു അരിപ്പിലൂടെ അരിച്ചെടുക്കാം. വെള്ള ശർക്കരയേക്കാളും കറുത്ത ശർക്കര കാണാൻ കുറച്ച് ഭംഗിയാണ്. ഇപ്പോൾ ഇങ്ങനെ അരിച്ചൊഴിച്ചു. ഇതിനി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ഇടാം. ഇനി തേങ്ങ ചേർക്കാൻ താല്പര്യമില്ലെങ്കിലോ അല്ലെങ്കിൽ ഇതിൽ കുറച്ച് അവൽ കൂടി ചേർക്കണമെങ്കിലോ അത് ചേർക്കാം. പകുതി തേങ്ങയും പകുതി അവലും ചേർത്ത് ഇതുപോലെ ഫില്ലിംഗ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിലുള്ള ശർക്കരയൊക്കെ വറ്റി. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് കൂടി ഇങ്ങനെ ഇളക്കി കൊടുത്തു. ഇതിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത പൊടിയാണ്. കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് 4-5 അണ്ടിപ്പരിപ്പെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോൾ അതുകൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. ഇതിനി ഒന്ന് തണുക്കട്ടെ. ഇതിനായിട്ട് നമുക്കൊരു വാഴയില വേണം. 1 ഇല മതി. ഇലയെ ഞാനൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ ഈസിയാണ്. വാഴയില ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താലും മതി. ഇപ്പോൾ ഈ മാവ് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവമാണ്. വെള്ളമെല്ലാം കറക്റ്റായിരുന്നു. ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് കുഴച്ചെടുക്കേണ്ടത്. ഈ മാവിൽ വെള്ളം കൂടിപ്പോയാൽ മുറിഞ്ഞ് വീഴും. വെള്ളം കുറഞ്ഞു പോയാൽ ഇത് പിഴിഞ്ഞെടുക്കാനും ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു പാകത്തിൽ മാവ് കുഴച്ചെടുക്കണം. എൻ്റെ കയ്യിലിപ്പോൾ ഈ ഇടിയപ്പം മേക്കറാണ് ഉള്ളത്. ഒരു പ്രയോജനവും ഇല്ല. ഉള്ള കാര്യം പറയണമല്ലോ. ഇത് വളരെ മോശപ്പെട്ട ഒരു ഇടിയപ്പം മേക്കറാണ്. എപ്പോഴും നമ്മുടെ വെങ്കലത്തിലുള്ള ആ ഒരു ഇടിയപ്പം മേക്കറാണ് എപ്പോഴും നല്ലത്. എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ പിരിയൊക്കെ പോയി. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇത് വാങ്ങിയത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ വല്ലപ്പോഴും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാവൊക്കെ നിറച്ചു. ഇനി ഇത് ഇലയിലാണ് മാവിങ്ങനെ പ്രസ് ചെയ്ത് ഇടേണ്ടത്. ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്കിത് പ്രസ് ചെയ്തെടുക്കാം. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് സമയ ലാഭമുണ്ട് ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കിയാൽ. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടല്ലോ. ഇനി ഇതിൽ ഫില്ലിംഗ് വയ്ക്കാം. ഫില്ലിംഗ് വയ്ക്കുമ്പോൾ പുറത്തോട്ട് പോകാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. അകത്ത് തന്നെ ഇത് നിൽക്കണം. എന്നിട്ട് ഈ രീതിയിൽ മടക്കിയെടുക്കാം. ഇത് മടക്കുമ്പോൾ പരസ്പരം ഇത് ഒട്ടിപ്പിടിക്കും.
ഇത്രയേ ഉള്ളൂ. നല്ല ഈസിയല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്നും പുറത്തു പോവുകയില്ല, നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കണം. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു പാത്രം ഉള്ളതുകൊണ്ട് ഇതിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട്. എണ്ണ പുരട്ടുമ്പോൾ എടുക്കാൻ നേരത്ത് ഒട്ടും ഒട്ടിപ്പിടിക്കുകയില്ല. സാധാരണ ഇഡ്ഡലി പാത്രത്തിനോടൊപ്പം കിട്ടുന്ന തട്ടുണ്ടല്ലോ, അതിൽ ഇതുപോലെ 1 or 2 ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട, 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും. നല്ല തിളച്ച വെള്ളമൊഴിച്ച് കുഴച്ച മാവാണല്ലോ, അപ്പോൾ അധികം സമയം വേണ്ടി വരില്ല. ഇതിനി നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് ഞാൻ കടായിയാണ് ഉപയോഗിക്കുന്നത്. ഇത് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പലഹാരം റെഡിയായി കിട്ടും. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റീം ചെയ്തത്. ഇതിനി എടുത്ത് പുറത്ത് വച്ചിട്ട് ഒരു 5 മിനിറ്റ് പുറത്തിരിക്കട്ടെ. ഫാനിൻ്റെ അടിയിലിരിക്കുമ്പോൾ അത് കുറച്ച് ഒന്ന് തണുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരികയും ചെയ്യും, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയും ഇല്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിതെടുത്തത്. നോക്കിക്കുക, നല്ല ഈസി ആയിട്ട് തന്നെ പാത്രത്തിൽ നിന്ന് ഇളകി വന്നു. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ. ഏലക്കയും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്തതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണെന്ന് മനസ്സിലായല്ലോ. ഇതുണ്ടാക്കി എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കുക നമുക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.